എന്താ കുട്ടിക്ക് വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണ്ട. എന്ത് കഴിക്കുന്നു? ചായ. ചായ ഒന്നും വേണ്ട. ചായക്കൊന്നും ഇരിക്കാൻ നേരില്ല അമ്മേ. ഓണം വിടുന്നേ. ഇന്നിപ്പോ എന്താ വെച്ചാൽ ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് വന്നതല്ലേ. അല്ല ഇന്ന് മറ്റേ ലോക മാതൃദിനാണേ. ലോക മാതൃദിനം. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? എന്തപ്പോ ഫോട്ടോ എന്തിനാ? ഫോട്ടോ ഇതേ ഇതിലൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാം. അതിന് വേണ്ടിട്ടാണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ അമ്മക്ക് കഴിക്കാൻ പാടില്ല, ലഡുവാണ്. നോക്കണ്ട, ഒരെണ്ണം കഴിച്ചോളൂ. ഷുഗർ കൂടുതലുണ്ട്. അണ്ണാ അത് സാരില്ല, ഗുളി കഴിക്കണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അങ്ങനെ ഒരു ഫോട്ടോ കൂടെ, അങ്ങനെ ഒരു ഫോട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ കടിച്ചോടക്കാൻ കടിച്ചോണ്ട് അങ്ങനെ ഇതിലേക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അതന്നെ മതി. ഓക്കെ. സൂരജ് ഞാൻ പറഞ്ഞ 2 ടിക്കറ്റ് ഒന്ന് കൺഫേം ചെയ്തോ. ചെന്നൈ. അത് തന്നെ. റാണി മന്മഥൻ. അതെ. ഓക്കെ താങ്ക് യു. അതെ, എല്ലാം എടുത്തോ? എല്ലാം ഓക്കെ ആണല്ലേ? മരുന്നും സംഭവങ്ങളൊക്കെ എടുത്തല്ലോ? ഇതിലുണ്ടോ നോക്കട്ടെ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണ്. നമ്മള് ചെന്നൈ പോവല്ലേ? എന്നെ പോവാതെ സത്യം പറഞ്ഞ സമാധാനമായത്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോവായോ? ഞങ്ങള് ചെന്നൈക്കല്ല, കാശിക്ക് പോവാ. സത്യയുടെ വന്നിട്ട് അച്ഛാ അമ്മയെ കൊണ്ടുപോവാൻ. അതെ, അത് ശരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ഞാൻ ഈ വേഷം ഒന്ന് മാറ്റാം. ഇതൊന്നും മാറ്റത്. അതിൽ ഇവിടെ കഴുക്കൊക്കെ ഉണ്ട്. എവിടേക്ക്? അങ്ങോട്ട് പോവല്ലേ? ഇവിടെ നിന്നോ മതി. ഇവിടുത്തെ അത്ര സൗകര്യം അവിടെ ഇല്ലാതാണ്. എനിക്ക് നോക്കാനേ ഇവിടെ സമയം. എനിക്ക് പണിസ്ഥലത്ത് കൂടെ കറങ്ങണ്ടേ? അല്ല, ഞാൻ അവിടെ നിക്കാൻ അത് നടക്കില്ലേ? ഞാൻ പോയിട്ടൊരു കാര്യം, ഞാൻ പോയിട്ട് ഒരു 2-2 ആഴ്ച കഴിഞ്ഞ് വരാം കേട്ടോ. വേറെന്താ? എന്നാ ഞാൻ പോട്ടെ. എന്നാ ശരി കേട്ടോ. അപ്പോ ഞാൻ തന്നെ കാണാനില്ലല്ലോ. കുറച്ചായി ഉറക്കൊന്നല്ല, കൊറേ നാളായി. ഒരു കൊല്ലായി അവര് പറയണപ്പോ. അവര് പറയണമെന്നല്ല, ഒരു കൊല്ലായി ഉണ്ടാവും. ഒരു കൊല്ലായി. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണ്ടേ? പെങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ? എന്താ പണിത്തിരക്കാണെന്നേ. 9 സൈറ്റില് പണി നടക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടേ. അങ്ങനെ നീണ്ടു പോകുന്നതാണ്. പിന്നെ മാതൃദിനാണ്. അപ്പൊ അമ്മ ഒന്ന് കണ്ടിട്ട് ഒരു അനുഗ്രഹം മേടിക്കാം. ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇടാന്ന് വിചാരിച്ചു വന്നതാ. അത് നല്ലതാ. മനസ്സിലും ഫേസ്ബുക്കിൽ എന്താ? അല്ല, അതൊക്കെ നല്ലതാണ്. അതൊക്കെ വേണം പറയാ. എന്നാ പിന്നെ ഞാനവിടെ ഇറങ്ങട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? ഇല്ല, ഊഴഴിക്കാനൊന്നും സമയമില്ല, തിരക്കാണെന്ന്. അതല്ലേ എന്റെ അളിയ, അതല്ല അമ്മയുടെ കാര്യം. അമ്മ ഹാപ്പിയാണ്, ഇവിടെ അസലായിട്ട് നോക്കണ്ടെന്നാ പറഞ്ഞു. പിന്നെന്താ, എനിക്ക് അവിടെ ഇരിക്കാത്ത ഒരു സമാധാനം ഉണ്ട് ഇപ്പം. അപ്പൊ ഇനി വേറൊരു കാര്യം, നീ നമ്മുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, നിന്റെ കാര്യം കൂടെ നോക്കണം. ശരിട്ടാ. ശരി. ഇല്ല പോട്ടെ. അടുത്ത കൊല്ലം കാണാം. അപ്പൊ ശരി. അപ്പൊ ഇവിടുത്തെ നടന്നില്ല.
പൊളിഞ്ഞു അല്ലേ? പദ്ധതി നടന്നില്ല. ഇതെന്താണ് വണ്ടി വണ്ടി ഓടിക്കണത്? മുഖത്ത് കണ്ടില്ലേ? അല്ല സാറ് സാറ് നേരിട്ട് പോവാന്ന് എന്ത് നേരിട്ട് പോണത്? പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാണ്ട് തിരിച്ചപ്പോ എന്തിനു വേണ്ട ഈ മുട്ടിച്ച് വരാൻ നിൽക്കണ എന്തിനാ? തനിക്ക് കുറച്ച് വിട്ടു വന്നൂടെ? ഈ സൈഡ് മൊത്തം പോയല്ലേട്ടാ. നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടല്ലേ വന്നത്? എന്താണ് ഇനി അതൊക്കെ മാറ്റണം ഞാനത് പെട്ടെന്ന് സാർ ഇൻഡിക്കേറ്റർ ഇടാണ്ട് വന്നപ്പോ തിരിയണത് എനിക്ക് അറിയില്ലായിരുന്നു. ചേട്ടൻ കുറച്ച് ഡിസ്റ്റൻസ് വരണ്ട ചേട്ടാ. അല്ല ഒരു വണ്ടി വരുമ്പോ നിങ്ങൾക്ക് അതിന് മുട്ടിച്ച് വരാൻ പാടില്ല. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? എടോ ഇത് വലിയ വണ്ടിയല്ലേ, കണ്ണില്ല തന്നെ പോകത്ത്. സത്യമായിട്ടും കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് അറിയുന്ന ആളാ. ഒരു വലിയ വണ്ടി ഓടിക്കും. ഇനിയിപ്പോ ഇതൊക്കെ മാറ്റാൻ നിൽക്കണ്ടേ? പിന്നെ നല്ല പൈസ വേണം ചേട്ടാ. എത്ര വണ്ടി? എടാ അതിന് എങ്ങനെ പോയാലും 5-8 രൂപയാവും. 5 രൂപ എന്താണ് സാറേ സാറല്ലേ പറ്റിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോട്ടെ. അങ്ങനെ പോവാൻ അതിന്റെ പൈസ എന്താ വന്നിട്ടോ? എന്താ അതിന് ഒന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ വെറുതെ പിന്നെ അത് താൻ പറയണ്ടേ? വർത്താനം പറയാനല്ലേ പറഞ്ഞ പൈസ കൊടുക്കുക. വണ്ടി പറ്റി അറിയില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് വണ്ടി അത്രയും പൊളിഞ്ഞു നടക്കാം. അങ്ങനെ എന്റെ ഭാഗത്ത് തെറ്റെന്ന് പറയരുത്. അത് ആർക്ക് കണ്ടാലും അറിയാം എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. തന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. തനിക്ക് കുറച്ച് വിട്ടു വന്നാൽ മതിയല്ലോ. റോഡ് ഇഷ്ടം പോലെ മരുന്ന് നടക്കല്ലേ സാറേ? ഇപ്പൊ എനിക്കും കൈ മുറിഞ്ഞ് ഇവിടെയൊക്കെ പറ്റിയല്ലോ, ഞാനൊന്നും പറയണ്ടല്ലോ. അതിന് ആരും ഉത്തരവാദിയല്ലല്ലോ. നിങ്ങൾ ചരയക്കണം, അതിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതിന്റെ 5 രൂപ കൊടുത്തിട്ട് പോടുകയോ വർത്താൻ പറയണം. ഒന്നും ഉണ്ടല്ലോ. എന്താ നിന്റെ കയ്യിലുള്ളത്? പിള്ളേ തന്നേക്കുന്നല്ലേ? എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഉള്ളൂ സാറേ. ഇത് ആവശ്യത്തിനുള്ള പൈസ വാങ്ങിയത് 5 രൂപ ആവണം ഇതിന്. ഇപ്പൊ തട്ടിയതൊന്നല്ല അത്. എന്നാണ് നിൽക്കണ്ട കേട്ടോ. അല്ല ചേട്ടാ വെച്ചോ. ഇതിലെവിടെ ഇതിലൊന്നും ഇല്ലല്ലോ. ഇതിൽ 5000 രൂപ വേണ്ട? എന്തായാലും അതേ ഉള്ളൂ. കിട്ടിയാ മതി. എന്നാ ശരി, വണ്ടി എടുത്തോ. അർജന്റായിട്ട് പോകാനുണ്ടോ? കഷ്ടം. വിട്ടോളി. മര്യാദ നോക്കി പോ. ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ച് വരണതാണാവോ? സത്യേട്ടാ ശരിക്കും ഇതപ്പം പറ്റിയതാ. ശരിക്കും ഇതപ്പം പറ്റിയതാ. എപ്പോഴോ പറ്റിയതാണ്. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എന്നാ വെച്ചോ. 200 നിങ്ങള് 300 വെച്ചോ. 300 കൊടുത്താ 300 കൊടുത്താ. എന്തേ 300? എന്താ കളിക്കാൻ നിൽക്കണ്? എന്നാ ശരിട്ടാ. കഞ്ഞി കുടിക്കാം. എണീറ്റിരുന്നേ. എണീറ്റിരിക്കും. എണീറ്റ്. ചാരി ഇരിക്കണ്ടേ? ചാരി ഇരിക്കും. ഇരിക്കും. നേരെ നിവർന്നിരിക്കും. അങ്ങനെ.
മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.